നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് തലസ്ഥാനത്ത് എത്തുകയാണ്. വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എൻ ഷംസീറും മന്ത്രിമാരും ചേർന്ന് സ്വീകരിക്കുമെന്ന് അറിയുന്നു. നാളെയാണ് സത്യപ്രതിജ്ഞ. പുതിയൊരു ഗവർണർ കേരളത്തിലേക്ക് വരുന്നു. നേരത്തെ ഗവർണറും സർക്കാരും തമ്മിലുള്ള വലിയ പോരൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ആർലേക്കർ വരുമ്പോഴുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്? ചടങ്ങുകൾ ഏത് രീതിയിലാണ്? സമയക്രമം പുതിയ ഗവർണറെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം, ഭരണ നേതൃത്വം സ്വീകരിക്കുക എന്നുള്ളത് പതിവാണ്. വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് പുതിയ ഗവർണർ ഇപ്പോൾ അദ്ദേഹം ബീഹാർ ഗവർണറാണ്. അദ്ദേഹം നാളെ ഇവിടെ ചുമതല ഏറ്റെടുക്കുന്നവരെ അദ്ദേഹം ബീഹാറിൻ്റെ ചുമതലയുള്ള ഗവർണർ തന്നെയാണ്. അദ്ദേഹത്തെ ഇന്ന് വൈകുന്നേരം വിമാനത്താവളത്തിൽ ടെക്നിക്കൽ ഏരിയയിൽ മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ ചേർന്ന് സ്വീകരിക്കും. വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 5 വർഷത്തിലേറെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണറായിരിക്കെ സർക്കാരുമായി നിരന്തര വെല്ലുവിളികൾ. അദ്ദേഹം ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ സർവകലാശാല വിഷയത്തിൽ മാത്രമാണ് സർക്കാരുമായൊരു തനിക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. അവിടെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന നല്ല വാക്കുകളൊക്കെ പറഞ്ഞെങ്കിലും സർക്കാരിനെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചെറുതല്ല, വെല്ലുവിളികൾ ചെറുതല്ല. വീണ്ടും ഒരു സഭാ സമ്മേളനം കാലം വരികയാണ്. ഈ 2ാം ആഴ്ചയിലോ അല്ലെങ്കിൽ 3ാം ആഴ്ച തുടക്കത്തിലോ നിയമസഭാ സമ്മേളനം ചേരണം. സ്വാഭാവികമായും നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാകണം ഒരു പുതുവർഷത്തിൽ ആദ്യ സഭാ സമ്മേളനം ചേരേണ്ടത്. അതുകൊണ്ട് തന്നെ പുതിയ ഗവർണർ സർക്കാർ നയം പ്രഖ്യാപിക്കാനായി അവിടെ എത്തും. നമുക്കറിയാം, നയപ്രഖ്യാപന പ്രസംഗങ്ങളിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിന് ഏറ്റവും അധികം വെല്ലുവിളിച്ചത്, മുൾമുരയിൽ നിർത്തിയത്. അതുകൊണ്ട് തന്നെ പുതിയ ഗവർണറും സർക്കാർ നയം അതേപടി പ്രഖ്യാപിക്കുമോ, ആദ്യമേ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകുമോ, അങ്ങനെ സർക്കാർ കരുതില്ല. കാരണം വളരെ സീസൺഡായ ഒരു പൊളിറ്റീഷ്യനാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അദ്ദേഹം സംഘപരിവാർ തുടക്കം മുതൽ സംഘപരിവാറിൻ്റെ അടിയുറച്ച പ്രവർത്തകനും നേതാവും ഒക്കെ ആളാണെങ്കിൽ പോലും അങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു വലിയ വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നതിന് പ്രതീക്ഷയാണ് സർക്കാർ പങ്കുവയ്ക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ബീഹാറിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തടങ്ങുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമേ ഒരു യുദ്ധത്തിന് പോവുകയല്ല, പരമാവധി ഗവർണറുമായി ഒരു സമന്വയത്തിൻ്റെ പാതയാകും സർക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല സ്വീകരണം നൽകാൻ സർക്കാർ തയ്യാറാകും. ആരിഫ് മുഹമ്മദ് ഖാനെ ആ രീതിയിൽ സർക്കാർ സ്വീകരിച്ചതാണ്. പിന്നീടാണ് ബന്ധത്തിൽ ഉലച്ചിലുണ്ടായത്. പുതിയ ഗവർണർ വരുമ്പോൾ പരമാവധി സമവായ പാതയുടെ മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് നല്ല സ്വീകരണം തന്നെ സർക്കാർ ഇന്ന് നൽകും. നാളെയാണ് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ. രാവിലെ രാജ്ഭവനിലാണ് ആ ചടങ്ങുകൾ നടക്കുക. അതാണ് അരുൺ, നമ്മൾ ഉറ്റുനോക്കുന്നതും അത് തന്നെയാണ്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ളൊരു ബന്ധം, അത് ഭരണത്തെ അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ നമ്മൾ കഴിഞ്ഞ കാലയളവിൽ മോശം അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരിക്കലും കാണാത്ത രീതിയിലുള്ള ഗവർണറുടെ പ്രതികരണം, തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം, മുഖത്ത് പോലും നോക്കാതെ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അതൊക്കെ മാറി പുതിയൊരു ഗവർണർ വരുമ്പോൾ വലിയ പ്രതീക്ഷ സർക്കാരിനുമില്ലേ അക്കാര്യത്തിൽ? തീർച്ചയായിട്ടും വലിയൊരു തലവേദന ഒഴിഞ്ഞു എന്ന് തന്നെ സർക്കാർ കരുതുന്നുണ്ടാകും ആരിഫ് മുഹമ്മദ് ഖാൻ പോകുമ്പോൾ. കാരണം നിരന്തര ഏറ്റുമുട്ടലായിരുന്നു. ഗവർണർ നിരന്തരം തെരുവിലിറങ്ങി സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. SFIയെ വെല്ലുവിളിക്കുന്നു, CPMനെ വെല്ലുവിളിക്കുന്നു, സർക്കാരിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തെ ചോദ്യം ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് സർവകലാശാലകളിൽ കായ്വെക്കണമെന്ന CPMൻ്റെ മുദ്രാവാക്യമുണ്ട്. അതിന് BJP ശ്രമിക്കുന്നു. അത് കേരളത്തിൽ അനുവദിക്കില്ലെന്ന് പറയുമ്പോൾ ഗവർണർ RSS നോമിനികളെ, സംഘപരിവാർ നോമിനികളെ വളരെ കൃത്യമായി സർവകലാശാലകളുടെ തലപ്പത്തെ കൊണ്ടുവരുന്നു എന്നൊരു സാഹചര്യമുണ്ട്. സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് പലയിടത്തും VC നിയമനം നടത്തുന്നു. ചിലത് കോടതിയിൽ ഗവർണർക്ക് അനുകൂലമാകുന്നു, ചിലത് സർക്കാരിന് അനുകൂലമാകുന്നു. മാത്രമല്ല, സംസ്ഥാനത്തെ സർവകലാശാലയുടെ ഭരണം തന്നെ പ്രതിസന്ധിയിലാണ് ഇപ്പോഴും. പല സർവകലാശാലകൾക്കും മുഴുവൻ ചാൻസലർമാരില്ല. ആ പ്രശ്നത്തിലൊക്കെ പുതിയ ഗവർണർ വരുമ്പോൾ എങ്ങനെയാണ് സമീപനം സ്വീകരിക്കുക എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കിയ പ്രത്യേകിച്ച് പിണറായി സർക്കാരിന് തലവേദന ഉണ്ടാക്കിയ ഒരു ഗവർണറാണ് കാര്യത്തിൽ സംശയമില്ല. അത്തരം ഒരു യുദ്ധ സമാനമായ സാഹചര്യമാകുമോ പുതിയ ഗവർണർ? അദ്ദേഹത്തിനും രാഷ്ട്രീയ നിലപാടുള്ളയാളാണ്. സ്വാഭാവികമായും BJP പ്രതിനിധിയായി തന്നെയാണ് അദ്ദേഹം. രാഷ്ട്രപതിയുടെ പ്രതിനിധി എന്ന് പറയുമ്പോൾ പോലും BJP കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്ന ആളെ തന്നെയാണ് കേരളത്തിലേക്ക് ഗവർണറായി കൊണ്ടുവരുന്നത്. അതൊരു പൂർണ്ണമായും ഒരു രാഷ്ട്രീയ നീക്കം അദ്ദേഹം നടത്തുമോ? ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത പോലെ നിരന്തരം വാർത്താ സമ്മേളനം നടത്തുകയും മാധ്യമങ്ങൾക്ക് നിരന്തര പ്രതികരണം നൽകുകയും സർക്കാരിനെ തുറന്ന് വിമർശിക്കുകയും ചെയ്യുന്ന ഒരു ഗവർണറായി ആർലേക്കർ മാറുമോ എന്നൊക്കെ കണ്ടറിയണം. ഏതായാലും അത്തരമൊരു കടുത്ത നീക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകില്ല. കുറച്ചുകൂടി മയപ്പെട്ട നിലപാട് സ്വീകരിക്കുന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. പക്ഷേ നമുക്കറിയാം, ഗവർണർമാർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരു രാഷ്ട്രീയം പറയാനും ഒക്കെ തയ്യാറായാൽ വരുന്ന പുതിയ ഗവർണറും സർക്കാരിന് വെല്ലുവിളിയാകും.
അതുണ്ടാകുന്ന പ്രതീക്ഷ സർക്കാർ പങ്കുവയ്ക്കുന്നു. ആദ്യം തന്നെ ഒരു ഏറ്റുമുട്ടലിൻ്റെ പാത സർക്കാർ തുറന്നിട്ടില്ല, ഗവർണറും ആ ഒരു സമീപനത്തിലേക്ക് പോകില്ല എന്ന ഒരു വിലയിരുത്തലാണ് പൊതുവിലുള്ളത്. ശരി, വി അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്.